സ്വർണ്ണക്കടത്ത് മാഫിയുമായി ബന്ധപ്പെട്ട് ബാലഭാസ്കറിന് അടക്കമുള്ള ആളുകൾക്ക്, ബാലഭാസ്കർ അല്ലെങ്കിൽ ഭാര്യ, ഇത്തരം ആളുകൾക്കൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഈ സംഗീത മേഖലയിൽപ്പെട്ട പല ആളുകളെയും ഇപ്പോഴും ചോദ്യം ചെയ്യാതിരിക്കുന്നത് വളരെ മണ്ടത്തരമാണ്. പല ആളുകൾക്കും ഇത്തരം ഡീലിങ്സുകളുണ്ട്. പ്രധാനമായും സംഗീത മേഖലയിലുള്ള ആൾക്കാരെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ നാട്ടിൽ സ്വർണ്ണക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രമുഖരായ പലരുടെയും മോമൂടി അഴിഞ്ഞു വീഴും ഇവരൊക്കെ അന്വേഷണ വിധേയരാകുകയാണെങ്കിൽ. ലക്ഷ്മിയുടെ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിൽ ലക്ഷ്മി പറയാതിരുന്ന അതീവ രഹസ്യങ്ങളായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ലക്ഷ്മി ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഇനി ആ ഇന്റർവ്യൂ കണ്ടപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം, സാധാരണഗതിയിൽ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ അല്ല ചെയ്തത്. ലക്ഷ്മിക്ക് പറയാനുള്ളത് മാത്രം കേട്ടു, പിന്നെ ഒരു പൊതുവന്തിക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു എന്നുള്ളത് മാത്രമാണ് ഞാൻ അതിൽ മനസ്സിലാക്കിയത്. ലക്ഷ്മിയുടെ അവസ്ഥ നമുക്കറിയാം. അതായത് മകൾ നഷ്ടപ്പെട്ട്, ഭർത്താവ് നഷ്ടപ്പെട്ട്, ഇനി ഭർത്താവിനോട് ഇഷ്ടമില്ലാതിരുന്നെങ്കിൽ കൂടി മകൾ നഷ്ടപ്പെടുന്ന ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. മകളും ഭർത്താവും നഷ്ടപ്പെട്ട് അതിനുശേഷം ഏതാണ്ട് വർഷങ്ങളോളം ഈ പറഞ്ഞ നിരന്തരമായി ആശുപത്രിവാസം, അതുപോലെ തന്നെ ശരീരം മുഴുവൻ ഈ പറഞ്ഞ ഒടിവുകളും ചതവുകളും ഒക്കെ ആയി കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. സോ അത്തരം ഒരു ലക്ഷ്മിയെ ഒരിക്കലും ഞാൻ മോശക്കാരിയായി കാണുന്നില്ല. പക്ഷേ സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഇപ്പോഴും ദുരൂഹത ഏറുകയാണ് ചെയ്തത്. ഈ ഒരു ഇന്റർവ്യൂവിൽ മനോരമ കൊടുത്തേക്കുന്ന തലക്കെട്ട് ദുരൂഹത മാറുന്നു. മനോരമ എന്താ ജഡ്ജിയാണോ? മനോരമയാണോ ഇവിടെ കോടതി? ദുരൂഹത മാറുന്നു എന്ന തരത്തിൽ ഒരുപക്ഷെ ഇത്രയും അധികം ആളുകൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഞാനൊരു വീഡിയോ നേരത്തെ ഇട്ടിരുന്നു. കാരണം ആ അച്ഛനും അമ്മയോടും ഇച്ചിരിയെങ്കിലും ഒരു കരുണയുണ്ടെങ്കിൽ ലക്ഷ്മി എന്തെങ്കിലും ഒന്ന് തുറന്നു പറയണം. അതുപോലെ തന്നെ സംഭവിച്ചു. ലക്ഷ്മി തുറന്നു പറഞ്ഞു. ലക്ഷ്മിയുടെ എല്ലാ വേദനകളും വിഷമങ്ങളും ഒക്കെ മാനിച്ചുകൊണ്ടും, ലക്ഷ്മി ഇഷ്ടപ്പെടുന്നവരുടെ ആ ഒരു വേദനകളൊക്കെ മാനിച്ചുകൊണ്ടും പറയട്ടെ, ആ തുറന്നു പറച്ചിലിൽ ഒരുപാട് ദുരൂഹതകൾ ഏറുകയാണ് ചെയ്തത്. പ്രധാനമായും ലക്ഷ്മിയോട് ചോദിക്കേണ്ടിയിരുന്ന പല സുപ്രധാന ക്വസ്റ്റ്യനുകളും ഈ അവതാരകൻ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഏതൊക്കെയാണെന്ന് ഞാൻ വളരെ വിശദമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, ലക്ഷ്മി പറഞ്ഞ ആ ഒരു ഫോൺ ഈ പറഞ്ഞ സുഹൃത്തായ തമ്പിയുടെ കയ്യിൽ കൊടുത്തത് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ലാഘവത്തോടെ ലക്ഷ്മി പറയുന്ന അതൊന്ന് കാണാം. മൊബൈൽ ഫോണുകൾ സംബന്ധിച്ചായിരുന്നു. ആ മൊബൈൽ ഫോൺ ലക്ഷ്മി ആവശ്യപ്പെട്ടിട്ടും പ്രകാശൻ തമ്പി എന്ന ആള് തന്നില്ല എന്നായിരുന്നു വാർത്തയിലുണ്ടായിരുന്നത്. അതിൽ ചില ദുരൂഹതകളുണ്ട്. പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും ഈ കേസുമായിട്ട് ഇടപെട്ട് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച്, അതിനെക്കുറിച്ച് ലക്ഷ്മിയുടെ ഒരു അറിവിൽ എന്താ ഉള്ളത്? ഫോൺ ഒന്ന് ആവശ്യപ്പെടുന്നത് ഞാനല്ല. ഞാൻ ആ സമയത്ത് അതിനൊന്നും ഉള്ള അവസ്ഥയിലൊന്നുമല്ല. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയുമില്ല. എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു, തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളി പേഴ്സൊക്കെ തിരിച്ച് കൊണ്ടു കൊടുത്തു അത്രേ. പക്ഷേ ഫോൺ കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ, ഞാൻ തന്നേക്കാം, ഉറപ്പായിട്ടും തിരിച്ചു തരാം, ഞാൻ 1-2 ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ രീതിയിൽ ചോദിച്ചു. അപ്പം ശരി എന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ട് തരണം എന്ന് പറഞ്ഞാൽ കൊണ്ട് തരാം എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു കേസ് വരുന്നതും അയാളുടെ വീട്ടിൽ നിന്ന് ആ ഫോൺ പിടിക്കപ്പെട്ടു എന്നൊക്കെ പിന്നെ അറിയുന്നത്. ആ ഫോൺ അതൊരു മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട്. കാരണം ബാലുവിൻ്റെ അപകട വാർത്തയായാലും എല്ലാവരും അറിഞ്ഞതാണ്. ആ ഫോൺ വെച്ചിട്ട് അയാൾക്ക് വേറെ വ്യക്തിപരമായി മറ്റൊന്നും ചെയ്യാനില്ല. പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു ആളാണ് അയാളെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുമില്ല. ഈ ഒരു ഇന്റർവ്യൂവിൽ ഇതിൽ പരം ദുരൂഹത എന്താണ് വേണ്ടത്? ഇവർ തന്നെ പറയുന്നത് ദുരൂഹത മാറിയെന്ന്. ഏറ്റവും വലിയ ദുരൂഹത ഈ ഫോണുമായി ബന്ധപ്പെട്ടാണ്. അതായത് എന്റെയോ നിങ്ങളുടെയോ ഭർത്താവ് അല്ലെങ്കിൽ മകൾ മരിച്ചു. ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോണുമായി ഒരാൾ പോകുന്നു. ആ ഫോൺ ചോദിക്കുമ്പോൾ പോലും അദ്ദേഹം തിരിച്ചു തരുന്നില്ല. സുഹൃത്താണ്, തിരിച്ചു തരുന്നില്ല. കുറച്ച് നാൾ ഞാൻ ഉപയോഗിച്ചിട്ട് തരാം എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് സാഹചര്യത്തിലാണ് ഒരാൾ അങ്ങനെ പറയുക? ആ ഫോണുമായി ബന്ധപ്പെട്ട് അതിനുള്ളിൽ എന്തെങ്കിലും രഹസ്യ സ്വഭാവമുള്ള ഒരു ഫോണാണെങ്കിൽ തന്നെ അങ്ങനെ പറയത്തുള്ളൂ. സാധാരണഗതിയിലുള്ള ഒരു ഫോണാണെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തി അങ്ങനെ പറയില്ല. ഇനി പെണ്ണുങ്ങൾ വല്ലതും ആണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞേക്കും. ഇവിടെ പെണ്ണല്ല, ഒരു ആൺസുഹൃത്താണ്. ഒരു ആൺസുഹൃത്ത് പറയുന്നു ഈ ഫോൺ ഞാൻ കുറച്ചു കാലം ഉപയോഗിച്ചിട്ട് തരാമെന്ന് പറയുമ്പോൾ തീർച്ചയായും അവിടെ സംശയിക്കണമായിരുന്നു. പിന്നെ അടുത്ത ഏറ്റവും പ്രസക്തമായ മറ്റൊരു ചോദ്യം, ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ആളാണ് കലാഭവൻ സോബി. ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇത് കണ്ടുവെന്ന് പറയുന്ന കലാഭവൻ സോബി അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ, നിങ്ങൾ ആരാണെങ്കിലും നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ മകൾ ഒരു അപകടത്തിൽ കൊല്ലപ്പെടുന്നു, അതിൽ നമ്മൾ ഉൾപ്പെടുന്നതാണ്, നമ്മുടെ ബോധവും ആ അവസരത്തിൽ നഷ്ടപ്പെട്ടു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി കുറച്ച് വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ സ്വാഭാവികമായി ആദ്യം ആ വ്യക്തിയെ വിളിക്കാൻ ശ്രമിക്കുക ഈ ഭാര്യ ആയിരിക്കും. കാരണം തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന ഏറ്റവും അധികം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാര്യ എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും. സോബി എന്ന് പറയുന്ന വ്യക്തി, സോബി എങ്ങനെ ആയിക്കോട്ടെ, ഏത് തരക്കാരനും ആയിക്കോട്ടെ, സോബി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ, ആധികാരികമായി പറയുമ്പോൾ, തുടർ പരിശോധനയ്ക്കും ഒപ്പം തന്നെ ബ്രെയിൻ മാപ്പിങ്ങിന് പോലും വിധേയമാവാമെന്ന് പറയുന്ന യാതൊരു ലാഭേച്ഛയും ഈ വിഷയത്തിൽ ഇല്ലാത്ത സോബിയെ എന്തുകൊണ്ടാണ് ഒരിക്കലെങ്കിലും ലക്ഷ്മി വിളിക്കാൻ തയ്യാറാവാതിരുന്നത്? നാളിതുവരെ ലക്ഷ്മി സോബിയെ വിളിച്ചിട്ടില്ല. ഏറെ ബഹുമാനത്തോടു കൂടി ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു ഇന്റർവ്യൂ എഴുതി തയ്യാറാക്കിയ ഒരു നാടകം പോലെയാണ് പല ഭാഗങ്ങളിലും ഫീൽ ചെയ്തത്. ഈ കേസിൽ ആരോപണ വിധേയരായ വിഷ്ണു അല്ലെങ്കിൽ പ്രകാശൻ തമ്പി, ഇവരെല്ലാം
സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിന്നീട് പിടിച്ചവരാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ബാലുവിന്റെ മരണത്തിൽ യാതൊരു സംശയവും ഇപ്പോഴും ലക്ഷ്മിക്കില്ലാത്ത? ലേശം ഒരു സംശയമെങ്കിലും ലക്ഷ്മിക്ക് ആയിക്കൂടെ? കാരണം ഇത്തരം ആളുകളെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒരു സംശയം തോന്നുന്നതിൽ എന്താണ് തെറ്റ്? തമ്പി സ്വർണ്ണക്കടത്തിൽ പിടിയിലായ സമയത്ത് ബാലഭാസ്കറിന്റെ അക്കൗണ്ടിൽ നിന്ന് ലക്ഷ്മി പോസ്റ്റ് ഇട്ടതായി പറയുന്നു. തമ്പിയും ബാലഭാസ്കറുമായി അത്ര വലിയ അടുപ്പമില്ലായിരുന്നു എന്നൊരു പോസ്റ്റ് ലക്ഷ്മി ഇട്ടിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തമ്പി കുട്ടൻ എന്നുള്ള രീതിയിൽ ബാലഭാസ്കർ തമ്പിയെ വിശേഷിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ ലക്ഷ്മി പറഞ്ഞ അത്ര വലിയ ബന്ധമില്ലാത്ത ഒരാളുടെ കയ്യിൽ ഈ ബാലുവിന്റെ ഫോൺ എങ്ങനെയാണ് ഇത്രയും കാലം കൊടുത്തയക്കുക? അതുപോലെ തന്നെ ഒരുപാട് പേർ ചോദിക്കുന്ന മറ്റു ചോദ്യങ്ങൾ, കലാഭവൻ ശോഭിക്ക് ഈ ഒരു വിഷയത്തിൽ കള്ളം പറഞ്ഞുകൊണ്ട് യാതൊരു ലാഭേച്ഛയുമില്ലാത്ത ഈ ഒരു വിഷയത്തിൽ കള്ളം പറഞ്ഞതുകൊണ്ട് എന്താണ് നേട്ടം? കള്ളമൊഴി കൊടുക്കാൻ മെനക്കെട്ടതുകൊണ്ട് അല്ലെങ്കിൽ ബ്രെയിൻ മാപ്പിങ്ങിനടക്കം വിധേയമാകാൻ താൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് സാമ്പത്തിക നേട്ടമാണ് ശോഭിക്കുള്ളത്? ഇവർ താമസിക്കാൻ ബുക്ക് ചെയ്തു എന്ന് പറയുന്ന ഹോട്ടൽ ക്യാൻസൽ ചെയ്ത് ധൃതിയിൽ തിരിച്ചു പോകുന്നു. അതിന് കാരണമായി ലക്ഷ്മി പറയുന്നത് രാവിലെ ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ രാവിലെ ചില പ്രോഗ്രാമുകളുണ്ട്. ഒരു ജിമ്മിൽ പോകാൻ വേണ്ടിയാണോ ഇത്രയും അധികം എഫേർട്ട് എടുത്ത് രാത്രി 12 മണിക്ക്, അതായത് രാത്രി ഏറെ വൈകുകയാണെങ്കിൽ വരണ്ട എന്ന് തീരുമാനിച്ചവർ രാത്രി 12 മണിക്ക് വരാൻ തയ്യാറാകുന്നു. അതും ബുക്ക് ചെയ്ത റൂം ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്നു. എത്രത്തോളം അസ്വാഭാവികതയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവുക? അതുപോലെ തന്നെ ബാലു സംഗീത ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പ്രസ്താവന ഇറക്കിയിരുന്നു. അതിനെക്കുറിച്ച് ലക്ഷ്മി ഒന്നും പറഞ്ഞുകൊണ്ടില്ല. അതുപോലെ തന്നെ ജോയി തമൽ എന്ന് പറയുന്ന ഇവരുടെ സുഹൃത്ത് എന്തിനാണ് ഇത്രയും അധികം, ഇവരുടെ വിവാഹത്തിന് പോലും ഏറ്റവും അധികം എഫേർട്ട് എടുത്ത വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ജോയി തമലം എന്തിനാണ് ലക്ഷ്മിയെ തള്ളി പറയുന്നത്? ബാലഭാസ്കറിന്റെ വീട്ടുകാർ ചെയ്തു എന്ന് പറയുന്ന ഏറ്റവും വലിയ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രണയ വിവാഹം ആയതുകൊണ്ട് നാളിതുവരെ അവരെ അടുപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായി തന്നെയാണ് ഞാൻ കാണുന്നത്. എന്നാൽ അതുകൊണ്ടായിരുന്നു ലക്ഷ്മി ബാലഭാസ്കറിന്റെ രോഗബാധിത കൂടിയായ ബാലഭാസ്കറിന്റെ സിസ്റ്ററെ നാളിതുവരെ തിരിഞ്ഞു നോക്കാതിരുന്നത്? അവർ മരണപ്പെട്ടപ്പോൾ പോലും ലക്ഷ്മി എന്തുകൊണ്ടാണ് പോകാതിരുന്നത്? അതുപോലെ ഈ സംഭവം നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് കൈക്കലാക്കിയെന്ന് പ്രകാശൻ തമ്പിയോട് ഒരിക്കലെങ്കിലും ലക്ഷ്മി ചോദിച്ചിട്ടുണ്ടോ? തീർച്ചയായും ആ ഒരു പ്രവൃത്തിയും വളരെയധികം അസ്വാഭാവികത ഉളവാക്കുന്നതല്ലേ? സോ ഇത്രയധികം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ ചോദിക്കാമെന്നിരിക്കെ ഇതൊന്നും ഈ പറഞ്ഞ അവതാരകൻ, മനോരമയുടെ അവതാരകൻ ചോദിച്ചില്ല എന്ന് മാത്രമല്ല, ഏറെക്കുറെ ലക്ഷ്മിക്ക് വളരെ ഈസിയായി ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ഇന്റർവ്യൂ തന്നെയായിരുന്നു ഇത്. എനിവേ ഇതൊരു സ്വാഭാവികമായ മരണമായിരുന്നു, ഇതൊരു നോർമൽ ഡെത്ത് ആയിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള വലിയൊരു വ്യഗ്രത ലക്ഷ്മിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായി എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ മാസം കൂടി ഈ അർജുൻ എന്ന് പറയുന്ന പയ്യനെ പിടിച്ചപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സംശയം ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി സ്വാഭാവികമായും ഉന്നയിക്കേണ്ടതല്ലേ? ഈ ഒരു വണ്ടിയെ ദൂരെ നിന്നേ കണ്ട് ഫോളോ ചെയ്തു വന്ന KSRTC ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ, ഇത് കറക്റ്റ് മരത്തിൽ വന്ന് ഇടിക്കുന്നു, ആരും ഇടിപ്പിച്ചൊന്നുമല്ല, മരത്തിൽ വന്ന് ഇടിച്ചാണെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്നൊരു ദൃക്സാക്ഷിയുടെ മൊഴിയുണ്ട്. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് എടുത്തുയർത്തിയ ആൾക്ക് വലിയ വെയിറ്റ് ആയതുകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. തീർച്ചയായും അത് അർജുൻ തന്നെയാണോ എന്ന് ഞാനിപ്പോൾ സംശയിക്കുകയാണ്. അതുപോലെ തന്നെ ലക്ഷ്മിയുടെ വയറിൽ വന്നുവെന്ന് പറയുന്ന ഈ ഒരു വെട്ടുകത്തിയുടെ പാട്, അത് ദുരൂഹതയാണ്. എയർ ബാഗ് അടക്കം വന്ന ആക്സിഡന്റിൽ ലക്ഷ്മിക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു പാട് വരാനുള്ള യാതൊരു സാധ്യതയുമില്ല. പിന്നീട് അത് വെട്ടിപ്പൊളിച്ചപ്പോൾ സംഭവിച്ചാണെന്നൊക്കെ കേട്ടിരുന്നു. സോ ആ ഒരു ആക്സിഡന്റിൽ ലക്ഷ്മിയെ സേഫ് ആക്കിയതും അർജുനെ സേഫ് ആക്കിയതും ഈ പറഞ്ഞ എയർ ബാഗ് തന്നെയാണ്. രണ്ടുപേർക്കും എയർ ബാഗ് ഫെസിലിറ്റി ലഭ്യമായി. എന്നാൽ പിന്നിലിരുന്ന ബാലഭാസ്കർ തീർച്ചയായും ഡൈവ് ചെയ്ത് മുന്നിലോട്ട് വന്ന് ഗ്ലാസിൽ അദ്ദേഹത്തിന്റെ തലയിടിച്ചിട്ടുണ്ടാവും. അത് തന്നെയായിരിക്കാം തീർച്ചയായും അദ്ദേഹത്തിന്റെ മരണകാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് ബാലഭാസ്കർ ആണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതെങ്കിൽ തീർച്ചയായും എയർ ബാഗിന്റെ സൗകര്യം അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു, അദ്ദേഹം മരിക്കില്ലായിരുന്നു. ലക്ഷ്മിയും ബാലഭാസ്കറും രക്ഷപ്പെടുകയും ഒപ്പം തന്നെ ബാക്കിലിരുന്ന അർജുൻ ഒരു പക്ഷേ മരണപ്പെടാനുള്ള സാധ്യതയും ഉണ്ടാകുമായിരുന്നു. എനിവേ ഈ ഇന്റർവ്യൂവിൽ ഉടനീളം വളരെ സേഫായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു അവതാരകനെ, ഒപ്പം തന്നെ ഈ ഒരു സംഭവം കൂടുതൽ ദുരൂഹതയിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ളൊരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അഭയ കേസ് അടക്കം അതായത് CBIയുടെ 4ാം ഘട്ട അന്വേഷണത്തിലാണ് തെളിയിക്കപ്പെട്ടത്. സോ തീർച്ചയായും CBIയുടെ അന്വേഷണം കൂടുതൽ വിപുലമാക്കുകയാണെങ്കിൽ ഈ ഒരു കേസ് 100% തെളി അസ്വാഭാവികമായ കേസാണെന്നുള്ളത് വ്യക്തമാണ്. എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായി ചാനൽ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.